ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം മുഴുവൻ വിവിപാറ്റും കൂടി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. വിഷയത്തിൽ നിലപാടറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ കേന്ദ്ര സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ ബി.ആർ. ഗവായി, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയിലാണ് നോട്ടീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണുന്നതിനൊപ്പം തന്നെ മുഴുവൻ വിവിപാറ്റ് രസീതുകളും എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മുൻപ് സമാനമായ ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. വിവിപാറ്റ് സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാൻ വോട്ടർമാരെ അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം വിവിപാറ്റ് എണ്ണാനെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തെയും ഹർജിയിൽ എതിർത്തിട്ടുണ്ട്. ഇത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ വിവിപാറ്റുകൾ മുഴുവനായി എണ്ണുന്ന പതിവില്ല. വിവിപാറ്റ് ഒന്നിനു പുറകെ ഒന്നായി എണ്ണാതെ ഓരോ അസംബ്ലി മണ്ഡലത്തെയും ഒരേ സമയം പരിശോധന നടത്തുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ 56 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായ വിവിപാറ്റ് വെരിഫിക്കേഷൻ നടത്താമെന്നും ഹർജിക്കാരൻ നിർദ്ദേശിക്കുന്നു. ഹർജി മെയ് 17-ന് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.